നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തുടർച്ചയായി 13ാമത്തെ ദിനത്തിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. 497.79 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2788.66 കോടി രൂപയുടെ ബൈ നടത്തി. തൽഫലമായി തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ സെൻസെക്സ്, നിഫ്റ്റി മുതലായവ ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുവാൻ സാധിച്ചു. അതേസമയം സ്റ്റേറ്റ് ബാങ്കിന്റെയും മഹീന്ദ്ര കൊട്ടക് ബാങ്കിന്റെയും മോശമായ പെർഫോമൻസിനെ തുടർന്ന് ഇന്നലെ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ വിക്സ് ഇന്നലെ 0.38% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഈ മാസം 7-ന്, അതായത് നാളെ, എല്ലാ സംസ്ഥാനങ്ങളോടും യുദ്ധം വന്നു കഴിഞ്ഞാലുള്ള മോക്ക് ഡ്രിൽ പൗരന്മാരെ എങ്ങനെയാണെന്ന് ബോധവൽക്കരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ ഒരു വിജ്ഞാനം പുറപ്പെടുവിക്കുകയുണ്ടായി. സോ ഇന്ന് മാർക്കറ്റിൽ എല്ലാവരും ഒരു എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. യുദ്ധം വരികയാണെങ്കിൽ, അല്ലെ എന്തെങ്കിലും പുതിയ അനൗൺസ്മെന്റുകൾ വരികയാണെങ്കിലും മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഫോൾ ആകാനുള്ള ചാൻസുകളുണ്ട്. നിഫ്റ്റിയുടെ ഏറ്റവും ആദ്യത്തെ സപ്പോർട്ട് 24,375 ആണ്. 24,000 ക്രൂഷ്യൽ സപ്പോർട്ടായി നിലവിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ഒരു മോശം സാഹചര്യം വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഹ്യൂജ് ഫോളിലേക്ക് മാർക്കറ്റുകൾ പതിക്കുവാൻ ചാൻസ് ഉണ്ട്. ബട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസുകൾ വരുന്നോടം വരെ മാർക്കറ്റ് ഒന്നെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളാണ് കാണിക്കുന്നത്. പക്ഷെ എപ്പോഴും ഒരു മോശം സിറ്റുവേഷനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട മാർക്കറ്റ് സ്റ്റോക്കിംഗ് ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദാനി ഗ്രൂപ്പ്. ഇന്നലെ അദാനി ഗ്രൂപ്പിലെ മിക്ക സ്റ്റോക്കുകളും 5 തൊട്ട് 11% വരെ റൈസ് രേഖപ്പെടുത്തുകയുണ്ടായി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗൗതം അദാനീസ് അടുത്ത സ്റ്റാഫുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിലെ സ്റ്റാഫുകളുമായിട്ട് മീറ്റിംഗ് നടത്തുമെന്ന വാർത്തകൾ പരക്കുകയുണ്ടായി. തൽഫലമായിട്ടാണ് ഇന്നലെ സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തിയത്. ഈ ന്യൂസ് പ്രകാരം പറയുന്നത് അദാനിക്കെതിരെയുള്ള കേസുകൾ, അമേരിക്കയിലുള്ള എല്ലാ കേസുകളും പിൻവലിക്കാൻ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുമെന്നാണ്. തൽഫലമായാണ് ഇന്നലെ സ്റ്റോക്കിൽ റാലി രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ ഹോട്ടൽസ്. കമ്പനിയുടെ ക്വാർട്ടർ 4 റിസൾട്ടിൽ കമ്പനിയുടെ ലാഭം 30% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൂടാതെ തന്നെ കമ്പനി 2.25 രൂപ ഡിവിഡൻഡും ഓരോ ഷെയറിനും പ്രഖ്യാപിക്കുകയുണ്ടായി. CDSL. കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇന്നലെ 5% ഫോളായി. കാരണം 22% ക്വാർട്ടർ 4 റിസൾട്ടിൽ കമ്പനിയുടെ ലാഭത്തിൽ വീഴ്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ കമ്പനി 37% അതിന്റെ 52 ആഴ്ചത്തെ ഹൈയിൽ നിന്നും താഴ്ന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. കമ്പനി ഇന്നലെ അതിന്റെ ക്വാർട്ടർ 4 റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. 13% ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്തിയത്. കോഫോർജ്. കമ്പനിയുടെ ക്വാർട്ടർ 4 റിസൾട്ടിൽ 17% വർധനവ് രേഖപ്പെടുത്തി. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ. ഏത് എനർജി. കമ്പനിയുടെ IPO ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. സ്വിഗ്ഗി. ഇന്നലെ കമ്പനിയുടെ ഷെയർ 12%-ലേറെ വർധനവ് രേഖപ്പെടുത്തി. അതിന് കാരണം കമ്പനി പുതിയ ഒരു പദ്ധതി രൂപീകരിച്ചു. 10 മിനിറ്റ് കൊണ്ടുള്ള ഡെലിവറി 500 നഗരങ്ങളിൽ ഇന്ത്യയിൽ കമ്പനി പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അതിനവർ
നൽകിയിരിക്കുന്ന പേര് ബോൾട്ട് എന്നാണ്. നെറ്റ് വെബ് ടെക് കമ്പനിയുടെ ഷെയറുകൾ ഇന്നലെ 16% ഉയർച്ച രേഖപ്പെടുത്തി. കാരണം ക്വാർട്ടർ 4 റിസൾട്ടിൽ കമ്പനിയുടെ ലാഭം 45% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനിയുടെ വരുമാനം 56% ഉയർന്നു. അയൺ കോർ കമ്പനിക്ക് 458 കോടി രൂപയുടെ പുതിയ ഓർഡർ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭിച്ചു, അരുണാചൽ പ്രദേശിൽ. ബജാജ് കൺസ്യൂമർ ക്വാർട്ടർ 4 റിസൾട്ടിൽ കമ്പനിയുടെ ലാഭം 13% ഇടിവ് രേഖപ്പെടുത്തുക ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമായും റിസൾട്ടുകൾ വരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബാങ്ക് ഓഫ് ബറോഡ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, പേടിഎം, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, ഗോദ്രേജ് കൺസ്യൂമർ, മഹാനഗർ ഗ്യാസ്, പിരമൽ എന്റർപ്രൈസസ്, പോളിക്യാബ് ഇന്ത്യ. വാർത്തകൾ കണ്ട ഏവർക്കും നന്ദി. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് സ്റ്റോക്കിംഗ് ന്യൂസുകൾ ഷെയർ ചെയ്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഈ ചാനൽ ദയവായി ഷെയർ ചെയ്യുക.